2023-24 സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കേരള ബാങ്കിന് വൻ മുന്നേറ്റം. നബാർഡിന്റെ ഗ്രേഡിംഗ് പ്രകാരം കേരള ബാങ്ക് ബി ഗ്രേഡിലേക്ക് ഉയർത്തപ്പെട്ടു. 50,000 കോടി രൂപ വായ്പ നൽകുന്ന സംസ്ഥാനത്തെ 5 ബാങ്കുകളിൽ ഒന്നായി കേരള ബാങ്ക് മാറിയതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. ബാങ്കിന്റെ ചരിത്രത്തിലാദ്യമായി വായ്പാ ബാക്കി നിൽപ്പിൽ ബാങ്ക് 50,000 കോടി രൂപ പിന്നിട്ടു എന്നത് അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. മാർച്ച് മാസം പൂർത്തിയാകുമ്പോഴേക്കും ഇത് 52,000 കോടി രൂപ കടക്കും. ഈ നേട്ടം കൈവരിക്കുന്ന സംസ്ഥാനത്തെ 5 ബാങ്കുകളിലൊന്നായി കേരള ബാങ്ക് മാറിയതായി സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. RBIയുടെ പൂർണ്ണമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കേരള ബാങ്ക് ആ ന്യൂനതകൾ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് വന്ന് ഇപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. കേരള ബാങ്കിനെ C ഗ്രേഡിൽ നിന്ന് വീണ്ടും B ഗ്രേഡായി ഉയർത്തിയിരിക്കുന്നു. അത് കേരള ബാങ്കിൻ്റെ പ്രവർത്തന ചരിത്രത്തിലെ അഭിമാനകരമായ ഒരു പുരോഗതിയുടെ ഉള്ളടക്കം. 2, ഈ കാലയളവിൽ കേരളത്തിലെ 45 ബാങ്കുകൾ എടുക്കുമ്പോൾ 5 ബാങ്കുകളാണ് 50,000 കോടിയിൽ പരം രൂപ വായ്പ നൽകിയിട്ടുള്ളത്. അതിൽ കേരള ബാങ്കും വരുന്നു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ സഞ്ചിത നഷ്ടം പൂർണ്ണമായും നികത്തി ബാങ്ക് അറ്റ ലാഭത്തിലെത്തിക്കും. ഇതോടെ NRI നിക്ഷേപങ്ങളടക്കം സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറും. 24-25 സാമ്പത്തിക വർഷം ഈ മാർച്ചിൽ അവസാനിക്കും. അപ്പോൾ ആ രംഗം എത്തുമ്പോഴേക്ക് NBA 7% താഴെ നിൽക്കണമെന്നാണ് RBIയുടെ നിർദ്ദേശം വന്നത്. അത് പാലിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇതെല്ലാം അച്ചീവ് ചെയ്യുന്നതോടെ ബാങ്കിങ് ബിസിനസ്സിൽ പുതിയതായി വരുന്ന കേരള ബാങ്കിന് കിട്ടുന്ന മറ്റൊരു അഭിമാനകരമായ നേട്ടം NRI നിക്ഷേപം ഉൾപ്പെടെ സ്വീകരിക്കാനുള്ള അനുമതി RBI തരുന്നതോടുകൂടി മറ്റൊരു കുതിച്ചുചാട്ടം കൂടി വീണ്ടും കേരള ബാങ്കിന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം. ബാങ്കിന്റെ മൊത്തം വായ്പയിൽ 25% വായ്പയും കാർഷിക മേഖലയിലാണ് നൽകുന്നത്. 2025-26 സാമ്പത്തിക വർഷം ഇത് 33% ഉയർത്തും. നെൽകർഷകർക്ക് നെല്ലളന്ന ദിവസം തന്നെ പണം നൽകുന്ന രീതിയിൽ PRS വായ്പ സമ്പൂർണ്ണമായും കേരള ബാങ്കിലൂടെ നൽകുന്നതിനുള്ള സന്നദ്ധത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.